ഡോക്ടർ നിർമ്മല എബ്രഹാം, അഡ്വക്കേറ്റ് സേനാപതി വേണുവിൻ്റെ ആശങ്കയ്ക്കൊരു മറുപടി. ഒപ്പം ഈ സൂപ്പർ ട്രയോ ഈ ശക്തിയെ ആരായിരിക്കും, അച്ചുതണ്ട് ശക്തിയെ ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഭയക്കുന്നുണ്ടാവുക? ഡൊണാൾഡ് ട്രംപ് പിച്ചും പേയും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. താങ്കളുടെ നിരീക്ഷണങ്ങൾ? അമേരിക്ക ആയിരിക്കും, പക്ഷെ ഭയക്കേണ്ട ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. കാരണം അമേരിക്ക ഭയക്കണമെന്നുണ്ടെങ്കിൽ 3-4 കാര്യങ്ങൾ ഒരുമിച്ച് വരണം. അതായത് ഒന്ന്, ഡീ ഡോളറൈസേഷൻ എന്നുള്ള മൂവ്മെന്റിലോട്ട് ഇന്ത്യയും കൂടെ ശക്തമായിട്ട് പിന്തുണ റഷ്യക്കും ചൈനയ്ക്കും കൊടുക്കണം. അത് ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന് ഒരു റീസൺ, ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ റഷ്യയുമായിട്ടുള്ള ട്രേഡിൽ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലും തിരിച്ച് റഷ്യൻ റൂബിളിലുമാണ് നടത്തുന്നത്. ചൈനയും റഷ്യയുമായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ബ്രിക്സിന്റെ ഒരു കോമൺ കറൻസി US ഡോളറിനെ എതിർക്കാനായിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യ അത് എതിർത്തു. അതിനൊരു കാരണം അമേരിക്ക മാത്രമല്ല, അതുകൊണ്ട് ഏറ്റവും ഗുണഭോക്താവാകുന്നത് ചൈനയാണ് എന്നുള്ള റീസൺ കൊണ്ടും കൂടെ ഇന്ത്യ അത് എതിർക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അതിലൊരു നിലപാട് വ്യക്തമാക്കാതെ ഒരിക്കലും ഇന്ത്യനെ ആ ഒരു രീതിയിൽ ഭയക്കേണ്ടതില്ല. രണ്ടാമത് IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും കേസാണ്. അവിടെയും ചൈനയും റഷ്യയും ഓൾറെഡി ബ്രിക്സ് തന്നെ 2014-15 ആയിട്ട് വേൾഡ് ബാങ്കിനും IMFനും ബദലായിട്ട് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതിലും ഇന്ത്യ പൂർണ്ണമായി പിന്തുണ പറയുകയോ ആ നറേറ്റീവിനൊപ്പം പിടിക്കുകയോ ചെയ്തില്ല. അതൊരു പക്ഷേ അമേരിക്കയോട് കൊടുത്ത റെസ്പെക്ട് ആയിട്ട് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ചൈന ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും ആകാം. അതുകൊണ്ട് അവിടെയും ഇന്ത്യ ഒരു നിലപാട് കൃത്യമാക്കിയിട്ടില്ല. മൂന്നാമത്തെ കേസ് സാങ്ഷനിങ്. ഇപ്പം അത് ഈ സ്വിഫ്റ്റ് പോലുള്ള പേയ്മെന്റ് സിസ്റ്റം നമുക്കറിയാം, റഷ്യയെ സാങ്ഷൻ ചെയ്തതും ഇറാനെ സാങ്ഷൻ ചെയ്തതും ഒക്കെ സ്വിഫ്റ്റിന്റെ ബലത്തിലാണ് അമേരിക്ക. അപ്പൊ സ്വിഫ്റ്റിന് ബദലായിട്ട് ചൈന CIPS എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവന്നു, റഷ്യ SPFS എന്ന് പറഞ്ഞൊരു പേയ്മെന്റ് ഗേറ്റ് വേ കൊണ്ടുവന്നു. എന്നാൽ ബ്രിക്സ് കോമൺ ആയിട്ടൊരു പേയ്മെന്റ് ഗേറ്റ് വേ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോഴും ഇന്ത്യ അന്ന് നിലപാട് വ്യക്തമാക്കില്ല. പക്ഷെ ഇപ്പൊ മാറിയ സാഹചര്യത്തിൽ ഇന്ത്യ ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ശക്തമായ ഒരു നിലപാട് എടുക്കുമോ എന്ന് നോക്കിയിട്ട് വേണം അമേരിക്കയുടെ ആ ഒരു ആംഗിൾ നമുക്ക് കാണാൻ. മറിച്ച് നേരത്തെ വേണു സാർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചൈനയുമായിട്ടുള്ള ബന്ധം ഇപ്പൊ ഒരു താൽക്കാലിക ബന്ധമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അതായത് ഒരു റീബൗണ്ട് പാർട്ട്ണറായിട്ട് കാണാം. അതായത് എന്തായാലും ഇമ്മീഡിയറ്റ്ലി നമുക്ക് വലിയൊരു മാർക്കറ്റ് കിട്ടാനില്ല. ഇപ്പൊ അമേരിക്കയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റ് ആണെന്ന് മാത്രമല്ല, അവിടെ ഡിസ്പോസിബിൾ ഇൻകം ഹൈ ആണ്, ഗ്രോയിങ് മിഡിൽ ക്ലാസ് വളരെ ഹൈ ആണ്. അതുകൊണ്ടാണ് അത്രയും ട്രേഡ് നമുക്ക് അങ്ങോട്ട് നടത്തേണ്ടി വരിക. ചൈന മറിച്ച് വലിയ മാർക്കറ്റ് ആണെങ്കിൽ അവർ സെൽഫ് സഫീഷ്യന്റ് ആണ്. നമ്മൾ അയക്കേണ്ട പല പ്രോഡക്ട്സ് അവിടുത്തെ ടെക്സ്റ്റൈലിൽ ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അവർക്കുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു മാർക്കറ്റ് കണ്ടെത്തുക, ഇത്രയും ഒരു ട്രേഡിന്റെ ഒരു മാർക്കറ്റ് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. പക്ഷെ ടെമ്പററിലി ഇന്ത്യക്ക് ആവശ്യമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില കാര്യങ്ങളിൽ ഇപ്പൊ അമേരിക്കയുടെ ട്രേഡിൽ ഇന്ത്യയുടെ ബലം എന്താ? പൂർണ്ണമായിട്ടും ട്രംപ് ഇതുവരെ തൊടാത്തൊരു മേഖലയുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊള്ളാൻ പോകുന്ന അമേരിക്കയ്ക്കാണ്. അതുകൊണ്ടാണ് തൊടാത്തത്. പക്ഷെ ആ തൊടാത്തതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അവരുടെ ഒരു 40% ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസും നമ്മളാണ് അയച്ചു കൊടുക്കുന്നെങ്കിൽ അത് നമുക്ക് നിർമ്മിക്കാനുള്ള APIs ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിന്റെ 70% വരുന്നത് ചൈനയിൽ നിന്നാണ്. സോ അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത എക്സ്പോർട്സ് ഒക്കെ നിലനിർത്തിക്കൊണ്ട്, എന്നാൽ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് തടസ്സമാകുന്ന രീതിയിൽ ഉള്ള ഒരു ഏരിയയിലും ചൈനയെ മിനിമലായിട്ട് നിർത്തുക, അതായത് അവർക്കൊരു ഓപ്പൺ മാർക്കറ്റ് കൊടുക്കാതിരിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പറയാം, കഴിഞ്ഞ 25 വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഏത് മാർക്കറ്റിൽ ചെന്നാലും, ഇപ്പൊ വിയറ്റ്നാമിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ കേസ് നടക്കുവാണ്, ഏത് മാർക്കറ്റിൽ ചെന്നാലും പതിവിലും ഒരുപാട് വില ഇടിച്ച് ലോക്കൽ മാർക്കറ്റിനെ തകർക്കുന്ന രീതിയിൽ ഡംപിംഗ് എന്ന് പറയും, ഏറ്റവും വില കുറച്ച് ആ മാർക്കറ്റ് പിടിക്കുക, ഇൻഡസ്ട്രിയെ തകർക്കുക, ലോക്കൽ മാർക്കറ്റിനെ തകർക്കുക എന്നുള്ള രീതിയുണ്ട്. അതിന്റെ പേരിൽ ഇപ്പം സൗത്ത് ആഫ്രിക്കയിലും വിയറ്റ്നാമിലും കേസിലുണ്ട്. ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ 25 വർഷം 336 ആന്റി ഡംപിംഗ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ചൈനയ്ക്കെതിരെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം പോലും 43 ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തതിൽ 34 ചൈനയ്ക്കെതിരെയാണ് നമ്മൾ കൊടുത്തത്. അപ്പം ആ ഒരു രീതി ഈവൻ ട്രേഡിൽ പോലും വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമാകുമെന്ന് ചൈനയുടെ കേസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടെമ്പററിലി ഇപ്പൊ ഈ അമേരിക്ക നമുക്ക് തന്ന ഡാമേജിനെ ഒന്ന് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ചെറിയ രീതിയിൽ നമുക്ക് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. പക്ഷെ പാരലലി നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, അമേരിക്ക ഞാൻ നേരത്തെ 340 മില്യൺ വരുന്ന ഹൈ ഡിസ്പോസിബിൾ ഇൻകം ഉള്ള ഒരു മാർക്കറ്റ്. അതിന് സമാനമായിട്ട് മറ്റൊരു മാർക്കറ്റ് ഉള്ളത് പിന്നെ യൂറോപ്യൻ യൂണിയനാണ്. 450 മില്യൺ വരുന്ന കൊക്കേഷ്യൻ മാർക്കറ്റ്. അറിയാം, ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ഒക്കെയുള്ള അത്യാവശ്യം ഡിസ്പോസിബിൾ ഇൻകം വരുന്ന ഈ ഇന്ത്യൻ പ്രോഡക്ട്സിന് ആവശ്യമുള്ള ഒരു മാർക്കറ്റ്. പക്ഷെ അവരുമായിട്ടൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ ക്ലോസ് ആക്കിയിട്ടില്ല. അടുത്ത വർഷമാണ് അതിന്റെ ഫൈനൽ റൗണ്ട് ഓഫ് ടോക്സ്. അത് ക്ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ആശ്വാസമായിരിക്കും. പക്ഷെ ഒപ്പം ഇന്ത്യ നോക്കേണ്ട മറ്റ് രാജ്യങ്ങൾ ഓപ്ഷൻസ് നോക്കേണ്ടത് വലിയ രാജ്യങ്ങളാകണമെന്ന് നിർബന്ധമില്ല, ചെറിയ രാജ്യമായിക്കോട്ടെ. പക്ഷെ 3 ഫാക്ടേഴ്സ്: ഒന്ന്, ഹൈ പോപ്പുലേഷൻ കാണണം; 2, ഹൈ ഡിസ്പോസിബിൾ ഇൻകം, അതായത് ഗ്രോയിങ് മിഡിൽ ക്ലാസ് കാണണം; 3, സെൽഫ് സഫീഷ്യന്റ് ആയിരിക്കരുത്. ഇപ്പൊ ഇന്തോനേഷ്യ ചെറിയ രാജ്യമാണ്, പക്ഷെ വലിയ പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അത്യാവശ്യം നല്ലൊരു മിഡിൽ ക്ലാസ് ഉണ്ട്, നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ജപ്പാൻ നമുക്ക് ടാർഗറ്റ് ചെയ്യാം, സൗത്ത് കൊറിയ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഈവൻ ആഫ്രിക്കയിൽ പോലും സൗത്ത് ആഫ്രിക്കയും നൈജീരിയയും പോലുള്ള അത്യാവശ്യം എക്കണോമിക്കലി കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് അവരുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സിലോട്ട് എത്തിപ്പെടുക ഈ ഒരു അടുത്ത 1-2 വർഷത്തിനുള്ളിൽ എന്നുള്ളതായിരിക്കണം ഇന്ത്യയുടെ ഗോൾ. അതുവരെ
ടെമ്പററിലി ചൈനയെ വേണമെങ്കിൽ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോവാം. പിന്നെ ചരിത്രപരമായിട്ട് നോക്കുമ്പോഴും അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഡിഫറൻസ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച് വളരെ ശരിയാണ്. കാരണം അമേരിക്കയായിട്ടുള്ള ബന്ധം തിരിഞ്ഞും മറിഞ്ഞും വരാം. ഇപ്പൊ നമ്മൾ 98 ആദ്യമായിട്ട് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയ സമയത്ത് ഈ അമേരിക്ക പിണങ്ങിയതാണ്. നമുക്ക് മേൽ സാങ്ഷൻസ് അടിച്ചേൽപ്പിച്ച രാജ്യമാണ് അമേരിക്ക. അതേ അമേരിക്ക 10 വർഷത്തിനുള്ളിൽ തന്നെ സിവിൽ ന്യൂക്ലിയർ ഡീൽ നമ്മളുമായിട്ട് ഒപ്പുവെച്ചു. 2013 നമ്മുടെ ഡിപ്ലോമാറ്റിനെ നാണം കെടുത്തി എന്ന് പറഞ്ഞിട്ട് പിണങ്ങി നിന്ന ഇന്ത്യ 2015 ഒബാമ വന്നപ്പോൾ വീണ്ടും നമ്മുടെ ബന്ധം ഊഷ്മളമായി. 2019 ഇതേ ട്രംപ് GSP എന്ന് പറഞ്ഞ ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് എടുത്തു മാറ്റിയതിനു ശേഷം അടുത്ത വർഷം തന്നെ വീണ്ടും ബന്ധം ഊഷ്മളമായി. അപ്പം അത് തെന്നിത്തെറിച്ച് വരുമ്പോഴും ഒരുപക്ഷെ അമേരിക്ക ട്രംപ് മാറിയാൽ അല്ലെങ്കിൽ ട്രംപിന്റെ മനസ്സ് മാറിയാൽ ഒരുപക്ഷെ നേരെയാകുന്ന ബന്ധമേ ഉള്ളൂ. പക്ഷെ ചൈനയുമായിട്ടുള്ള ചരിത്രം അങ്ങനെയല്ല. 60കളിൽ 70കളിൽ 80കളിൽ 90കളിൽ ഈവൻ 2020 മുന്നേ ഉള്ള 7 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും 2013, 14, 17, 20 സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്ന് വരെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെസൊല്യൂഷനും UN നമ്മളെ അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചരിത്രം നിലനിൽക്കുക. ഒപ്പം ട്രേഡിൽ പോലും നമ്മളെ ഡംപിങ് ത്രൂ നമ്മുടെ പല മാർക്കറ്റ്സും പണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏർലി 2000s 2010s ഒക്കെ ചൈനീസ് പ്രോഡക്റ്റ് നമുക്ക് ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സംസാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത ഒരു രാജ്യമായിട്ട് ഒരു ലോങ് ടേം പാർട്ണർഷിപ്പിന് പോകുന്നത് ബുദ്ധിയല്ല. പക്ഷെ ഇപ്പൊ ടെമ്പററി നമുക്ക് ചൈനയെ ആശ്രയിക്കേണ്ടി വരുന്നു. അത് തെറ്റില്ലാത്ത ഒരു ഓപ്ഷനാണ് എന്ന് തന്നെ ഞാൻ കാണും. അപ്പോൾ ഈ പിഴ താരിഫ് ചുമത്തിയ നടപടി അത് ട്രംപ് പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ടോ ഷാങ്ഹായ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ? ട്രംപിന്റെ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ട്രംപായിട്ട് അതിന് മുന്നോട്ട് വരാനുള്ള സാധ്യതയില്ല. പക്ഷെ ഒരു ഡെലിഗേഷൻ ഇവിടെ ഓഗസ്റ്റ് 27 മുന്നേ വരേണ്ടിയതായിരുന്നു. അത് വന്നിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു പക്ഷേ, കാരണം ട്രംപ് മുന്നോട്ട് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫാമേഴ്സ് കർഷകരെ ബാധിക്കുന്ന രീതിയിലുള്ള, അതായത് അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് മേൽ വലിയ കൺസെഷനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് ഇന്ത്യ വിട്ടുകൊടുക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഒരു നെഗോഷിയേഷനിലോട്ട് വന്നാൽ ഒരു പക്ഷേ നേരെ ആകാവുന്ന സിറ്റുവേഷനേ ഉള്ളൂ. പക്ഷെ നെഗോഷിയേഷനിലോട്ട് മുന്നോട്ട് വന്നിട്ടില്ല ഇതുവരെ. അതാണ് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. പക്ഷെ ഇന്ത്യ ഇപ്പൊ ചെയ്യുന്ന ശരിയായ സ്ട്രാറ്റജിക് മൂവ് ആണ്. കാരണം റഷ്യയും ചൈനയുമായിട്ട് നമ്മൾ അടുക്കുന്നു. അത് അമേരിക്കയ്ക്കുള്ള ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന വളരാതിരിക്കാൻ ഇന്ത്യ ഒരു പരിധി വിട്ട് അടുക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു മൂവില് എങ്ങനെയാണ് അമേരിക്കയുടെ അടുത്ത മൂവ്മെന്റ്, അടുത്ത നെഗോഷിയേഷൻ ടിപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മളുമായിട്ട് ടേബിളിൽ ഇരിക്കാൻ സന്നദ്ധത കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിനൊരു അവസാനമുണ്ടാവും. പക്ഷെ അവിടെയും ട്രംപാണ് ഒരു ഫാക്ടർ. മറ്റേത് പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ പറയില്ല, ട്രംപിന് ഉള്ള വാശി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ടേംസിൽ ഡീല് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നത്. ഒരു കാര്യം കൂടി ഡോക്ടർ നിർമ്മൽ എബ്രഹാം, ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പല തീരുമാനങ്ങളും, നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തല്ലോ. ഏറ്റവും ശ്രദ്ധേയമായിട്ട് താങ്കൾക്ക് തോന്നിയത് എന്താണ്? അല്ല, ഇന്ത്യ ഇപ്പം ടെററിസത്തിന്റെ കേസ് പറഞ്ഞു, അതൊക്കെ. പക്ഷെ അവിടെയും പക്ഷെ എനിക്കുള്ള ഒരു വിയോജിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ പാകിസ്ഥാന്റെ കേസ് എടുത്തു പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പം ടെററിസത്തിനെ അപലപിക്കുന്നു എന്ന് പറയുമ്പോഴും എക്കണോമിക് കോപ്പറേഷൻ ഉണ്ടാവുമെന്ന് പറയുമ്പോഴും ഇന്ത്യക്കുള്ള 2-3 ഇഷ്യൂസ് ഉണ്ട്. ഇന്ന് പാകിസ്ഥാന്റെ കേസിൽ വ്യക്തത വരുത്തിയിട്ടില്ല ചൈന. 2, ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കൺഫ്യൂഷൻ പറയാം. സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ് ശരിയാണ്. പക്ഷെ ഒരു വശത്ത് നമ്മൾ നോക്കിയാൽ ബ്രിക്സിലുണ്ട്, SCOയിലുണ്ട്, റഷ്യ, ഇന്ത്യ, ചൈന ട്രിനിറ്റിയിലുണ്ട്. മറുവശത്ത് നമ്മൾ ക്വാഡിലുണ്ട്. അതിന്റെ മീറ്റിംഗ് ഈ നവംബറിൽ നടക്കാനിരിക്കുന്നു. ട്രംപ് വരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. പക്ഷെ ക്വാഡിലുണ്ട്. ക്വാഡിന്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഇൻഡോ പസഫിക് ഏരിയയിലുള്ള അവരുടെ ഡോമിനൻസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മറുവശത്ത് നമ്മൾ I2U2 ഉണ്ട്. അതായത് ഇന്ത്യ, ഇസ്രായേൽ, US, UAE സഖ്യത്തിലും ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൗണ്ടർ ബാലൻസ് ചെയ്തുകൊണ്ട് പോവുക? ഇവിടെ എടുത്ത തീരുമാനങ്ങൾ നമുക്ക് മുന്നോട്ട് പൂർണ്ണമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നാളെ അമേരിക്കയുമായിട്ട് ട്രേഡ് ടോക്സ് ശരിയായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, നെഗോഷിയേഷനിൽ എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് ഇതിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? ഇതൊക്കെ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഈ അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ ഇനി ഒരു ഉടച്ചുവാർക്കൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ട്രംപിൻ്റെ മനസ്സ് മാറി വീണ്ടും ഭാരതവുമായിട്ട് അടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപാധി വയ്ക്കുമോ? അതായത് ഇപ്പോൾ നിലവിൽ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും നല്ല ബന്ധമാണ് ഇപ്പോൾ ഈ ഉച്ചകോടിക്ക് ശേഷം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലും നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഒരു പുനർവിചിന്തനം നടത്താം, അങ്ങനെ ഒരു കണ്ടീഷൻ, ഒരു ഉപാധി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുമോ? അതായത് ഭാരതത്തെ കൂടുതൽ സമ്മർദ്ദത്തിൽ ആക്കാൻ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ഉച്ചകോടി തുടർന്നുള്ള നീക്കങ്ങളിൽ സംഭവിക്കുക? അങ്ങനെ വെക്കുമെന്ന് തോന്നുന്നില്ല. വെച്ചാൽ തന്നെ ഇന്ത്യ അതിനോട് അംഗീകരിക്കുമെന്നും തോന്നുന്നില്ല. കാരണം ഒരു രാജ്യം നമ്മൾ ആരുടെ ഒപ്പം ട്രേഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ത്യ ടാരിഫ് വന്നപ്പോൾ തന്നെ റഷ്യയുമായിട്ട് നമ്മൾ പിന്മാറിയിട്ടില്ല. അവിടെയൊക്കെ നമ്മൾ ഡിപ്ലോമാറ്റിക്കലി ശക്തി കാണിച്ചു. നമുക്ക്, അതായത് നിങ്ങൾ ടാരിഫുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, എന്തായാലും റഷ്യയുമായിട്ട്
നമ്മൾ ട്രേഡ് കുറയ്ക്കില്ല എന്ന് മാത്രമല്ല കൂട്ടാനാണുള്ള ഇനിയുള്ള തീരുമാനം. അതുകൊണ്ട് ഇന്ത്യ അതിൽ പിന്നോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു പക്ഷേ അമേരിക്ക വീണ്ടും നമ്മുടെ ഒപ്പം പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകൂടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പഴയ നയത്തിൽ നിൽക്കും. അതായത് ഇപ്പൊ ക്വാഡിലും ബ്രിക്സിലൊക്കെ നിന്നപ്പോഴും ഇന്ത്യ ചില കാര്യങ്ങൾ വളരെ ന്യൂട്രൽ ആയിരുന്നു. നമുക്ക് ശ്രദ്ധിച്ചറിയാം, നേരത്തെ പറഞ്ഞ പോലെ ബ്രിക്സിന്റെ കോമൺ കറൻസിയുടെ കേസ് വന്നപ്പോൾ ചൈനയും റഷ്യയും കോമൺ കറൻസി വേണമെന്ന് വാശി പിടിച്ചു, ഇന്ത്യ അത് വേണ്ടാന്ന് പറഞ്ഞു. സ്വിഫ്റ്റിന് എതിരായിട്ട് ബദലായിട്ട് സിസ്റ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യ അതിനെക്കുറിച്ച് നിശബ്ദമായിരുന്നു. IMF-ഉം വേൾഡ് ബാങ്കും അമേരിക്ക ടൂളായിട്ട് ഉപയോഗിക്കുന്നു, അതിന് പകരം ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഇന്ത്യ നിശബ്ദത പാലിച്ചു. അങ്ങനെ ആ സൈലന്റ് ഡിപ്ലോമസി അല്ലെങ്കിൽ ആ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്ത്യ ഒരു പക്ഷേ ശ്രമിച്ചേക്കാം. അല്ലാതെ ട്രംപ് പറയുന്നിടത്ത് ഇനി ചൈനയുമായിട്ട് ബന്ധം വേണ്ട, റഷ്യയുമായിട്ട് ഡിസ്കഷന് പോകണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു തലത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഉയർന്നു. അപ്പൊ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ